പ്രേക്ഷകർക്ക് KMAC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ശശികലയ്ക്ക് വീണ്ടും തിരിച്ചടി. 5 MP-മാർ ചേരിമാറി പനീർശെൽവത്തിനൊപ്പം. റിസോർട്ടിൽ നിന്ന് പുറത്തുവിടണമെന്ന് 20 MLA-മാർ. MLA-മാർ സ്വതന്ത്രർ. പാർട്ടി ഒരു കുടുംബമെന്ന പോലെ ഒറ്റക്കെട്ടെന്ന ശശികല. തമിഴ്നാട്ടിൽ ഭരണസ്തംഭനം. സമസ്ത ഉലമാ സമ്മേളനം, നവോത്ഥാന സമ്മേളനം ശ്രദ്ധേയമാകും. പ്രചാരണം തകൃതിയിൽ. SSF പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ് സമ്മിറ്റിന്റെ ഭാഗമായി വിജിലൻഷ്യ സംഘടിപ്പിച്ചു. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം. കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി. ലോ അക്കാദമിയുടെ പ്രധാന കവാടവും മതിൽക്കെട്ടുകളും റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. യാത്രാവിലക്ക് നിയമം കോടതി മരവിപ്പിച്ച സാഹചര്യത്തിൽ പുതിയ യാത്രാവിലക്ക് നിയമം പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിശദമായ വാർത്തകളിലേക്ക്. അനിശ്ചിതത്വം നിലനിൽക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പനീർശെൽവത്തിന് പിന്തുണയേറുന്നു. പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ 5 MP-മാർ കൂടി ഇന്ന് OPS ക്യാമ്പിലെത്തി. MP-മാരായ ജയസിംഗ് ത്യാഗരാജൻ, RP മരുതുരാജ, OP സെൻകുട്ടവൻ, S രാജേന്ദ്രൻ, ലക്ഷ്മണൻ എന്നിവരാണ് ഇന്ന് പനീർശെൽവം പക്ഷത്ത് ചേർന്നത്. കൂവത്തൂരിലെ റിസോർട്ടിൽ നിന്ന് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് MLA-മാരും രംഗത്തെത്തി. കൂവത്തൂരിലെ റിസോർട്ടിൽ നിന്ന് പുറത്തുവിടണമെന്ന് 20-നടുത്ത് MLA-മാർ ആവശ്യപ്പെട്ടതായി സൂചന. DMK നാളെ ഉന്നതതല യോഗം ചേരും. നിലവിലെ രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യും. സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് VK ശശികല ഉപവാസത്തിലേക്കെന്ന സൂചന. രാജ്ഭവന് മുന്നിലോ ജയാസ്മാരകത്തിലോ MLA-മാർക്കൊപ്പം ഉപവാസമിരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ഇന്നലെ മുതൽ രാജ്ഭവനിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയെ പിളർത്താൻ ഗവർണർ മനഃപൂർവ്വം നടപടിക്രമങ്ങൾ വൈകിക്കുകയാണെന്ന് ശശികല ഇന്നലെ ആരോപിച്ചിരുന്നു. കൂടുതൽ പേർ പനീർശെൽവം ക്യാമ്പിലേക്ക് പോകുന്നതും ശശികലയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ആഴ്ചകളായി തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിൽ തമിഴ്നാട്ടിൽ ഭരണം സ്തംഭിച്ചു. നയപരമായ തീരുമാനങ്ങൾ എടുക്കാനാകുന്നില്ല. കൊടിയ വരൾച്ച നേരിടാൻ ഒരു മുന്നൊരുക്കവുമില്ല. ഭരണസ്തംഭനം ജനജീവിതത്തെയും ബാധിച്ചു തുടങ്ങി. അമ്മയുടെ ഉന്മയാന പിൻഗാമി ആരി എന്ന തർക്കത്തിനിടെ തമിഴ് മക്കളുടെ ജീവിതം വരളുകയാണ്. പനീർശെൽവവും VK ശശികലയും ജയലളിതയുടെ പേരിൽ അധികാരത്തിനുവേണ്ടി പോരാടുമ്പോൾ സെക്രട്ടേറിയറ്റ് നിശ്ചലം. മുതിർന്ന സെക്രട്ടറിമാർക്ക് പോലും എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. വരൾച്ച മുൻകൂട്ടി കണ്ട് പരിഹാര നടപടികൾ എടുക്കേണ്ട സമയമാണിത്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടർന്നാൽ ചെന്നൈ മെട്രോ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളുടെ പ്രവർത്തനങ്ങളും താളം തെറ്റും. കഴിഞ്ഞ ഒക്ടോബറിൽ കാലാവധി കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. രാജി സമർപ്പിച്ച് കസേരയിൽ തുടരുന്ന മുഖ്യമന്ത്രി. മന്ത്രിസഭാംഗങ്ങളിൽ ഭൂരിഭാഗവും മറുചേരിയിൽ. അണ്ണാ DMK MLA-മാർ തടങ്കലിലല്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി VK ശശികല. പാർട്ടി സന്തുഷ്ട കുടുംബമെന്ന പോലെ ഒറ്റക്കെട്ടാണെന്നും കൂവത്തൂരിലെ റിസോർട്ടിൽ കഴിയുന്ന MLA-മാരെ സന്ദർശിച്ച ശശികല പറഞ്ഞു. MLA-മാരെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പാർട്ടിയുടെ ശത്രുക്കൾ കള്ളം പ്രചരിപ്പിക്കുകയാണ്. MLA-മാർ അവരുടെ ഫോൺ ഉപയോഗിക്കുന്നുമുണ്ട്. അവർ കുടുംബത്തോടും കുട്ടികളോടും സ്ഥിരമായി സംസാരിക്കുന്നുണ്ടെന്നും ശശികല പറഞ്ഞു. MLA-മാർ കുടുംബത്തെപ്പോലും ഉപേക്ഷിച്ചാണ് ഇവിടെ കഴിയുന്നത്. ഇത് അവർക്ക് പാർട്ടിയോടുള്ള ആത്മാർത്ഥതയാണ് കാണിക്കുന്നതെന്നും ശശികല പറഞ്ഞു. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ നിന്ന് മാറ്റിയ കേന്ദ്ര നിലപാടിനെതിരെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി. എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത് ഇനിയും നീട്ടിയാൽ സമരപരിപാടി ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഈ വരുന്ന 18-ന് ചേരുന്ന യോഗം അന്തിമ തീരുമാനമെടുക്കും. എംബാർക്കേഷൻ പോയിന്റ് സംബന്ധിച്ച് തീരുമാനം വൈകിപ്പിക്കുന്ന കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനത്താവളത്തിലെ റൺവേയിൽ വിള്ളൽ വന്നതിനെ തുടർന്ന് 2 വർഷം മുമ്പാണ് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയത്. 18 മാസം കൊണ്ട് റൺവേയുടെ തകരാർ പരിഹരിച്ചു. എന്നാൽ എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ ഹജ്ജ് കമ്മിറ്റി രേഖാമൂലം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇത് സർക്കാർ പരിഗണിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി പറയുന്നത്. ന്യായമായിട്ടുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വന്നാൽ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി അതിന് നേതൃത്വം നൽകും, അതിന് തയ്യാറാകും. പക്ഷേ തീരുമാനമെടുക്കുന്നത് 18-ാം തീയതി യോഗത്തിൽ മാത്രമായി. വലിയ വിമാനങ്ങൾ കൊണ്ടുവരാനാകില്ലെങ്കിൽ ചെറിയ വിമാനങ്ങൾ കരിപ്പൂരിലേക്ക് ചാർട്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. വലിയ വിമാനം അയക്കാൻ കഴിയുന്നില്ല എങ്കിൽ ചെറിയ വിമാനം ചാർട്ടർ ചെയ്യുകയും അതിന്റെ ചാർജിലുള്ള വ്യത്യാസം ഹാജിമാരിൽ നിന്ന് ഈടാക്കാതെ
സെൻട്രൽ ഗവൺമെന്റ് ആ വ്യത്യാസം പരിഹരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിയും, പ്രശ്നത്തിന്റെ രൂക്ഷത കുറച്ചെടുക്കാൻ കഴിയും. ഹജ്ജ് യാത്രികരിൽ 85% മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ്. ഇവരുടെ ശാരീരിക ആവശ്യതകൾ മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളീയ പരിസരം എന്ന ശീർഷകത്തിൽ മാർച്ച് 3, 4, 5 തീയതികളിൽ തൃശൂർ താജുൽ ഉലമ നഗറിൽ നടക്കുന്ന സമസ്ത ഉലമ കോൺഫറൻസിലെ നവോത്ഥാന സമ്മേളനം ശ്രദ്ധേയമാകും. സമ്മേളനത്തിന്റെ ആദ്യ ദിനം നടക്കുന്ന പൊതുപരിപാടിയാണ് നവോത്ഥാന സമ്മേളനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതർ നവോത്ഥാന ചർച്ചകൾക്ക് നേതൃത്വം നൽകും. പാരമ്പര്യ മുസ്ലിം പണ്ഡിതരുടെ കാർമ്മികത്വത്തിൽ നടന്ന മുസ്ലിം നവോത്ഥാനം കൂടുതൽ ജനകീയമാക്കാനും കേരളീയ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള അക്കാദമിക ചരിത്രരചനകളിൽ മുസ്ലിം നവോത്ഥാന പഠനങ്ങൾ കൊണ്ടുവരാനുമുള്ള പദ്ധതികൾ സമസ്ത ഉലമാ സമ്മേളനത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കും. 3, 4 തീയതികളിൽ മതപണ്ഡിതർക്ക് മാത്രമായുള്ള സെഷനുകൾ നടക്കും. ഉലമാ സമ്മേളനത്തിന് മുന്നോടിയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, നീലഗിരി ജില്ലകളിലാണ് പുതിയ നേതൃത്വം നിലവിൽ വന്നത്. ഫെബ്രുവരി 18 ശനിയാഴ്ച പാലക്കാട് ജില്ലാ പുനഃസംഘടനാ സംഗമം പാലക്കാട് ഹസനിയയിലും കൊല്ലം ജില്ലാ സംഗമം ഖാദിസിയയിലും നടക്കും. കാസർകോട്ട് 5 സഅദിയയിലും തിരുവനന്തപുരം 14 തിരുവനന്തപുരം സുന്നി സെന്ററിലും നടക്കും. സമസ്ത ഉലമാ സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ്. നാടൊട്ടുക്കും ഉലമാ സമ്മേളനത്തിന്റെ സന്ദേശ പ്രചാരണ തിരക്കിലാണ് സുന്നി പ്രവർത്തകർ. കേരളത്തിൽ നിന്നുള്ള 15,000 മതപണ്ഡിതരാണ് സമ്മേളനത്തിലെ സ്ഥിരം പ്രതിനിധികൾ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉലമാ സമ്മേളനത്തിൽ ആഗോള പ്രശസ്ത പണ്ഡിതർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. മുസ്ലിം ലോകത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പണ്ഡിത പ്രസ്ഥാനത്തിന്റെ സമ്മേളനം സംഘടനാ മികവുകൊണ്ടും മുസ്ലിം ലോകത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകൾ കൊണ്ടും ചരിത്രത്തിൽ ഇടം നേടും. ലോ അക്കാദമിയുടെ പ്രധാന കവാടം റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. റവന്യൂ വകുപ്പിന്റെ ഭൂമിയിൽ നിർമ്മിച്ച മതിൽ പൊളിക്കാൻ മാനേജ്മെന്റിന് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണിത്. അക്കാദമി കവാടത്തിന് മുന്നിൽ AIYF പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെത്തിയാണ് ഗേറ്റിന്റെ തൂണുകൾ പൊളിച്ചത്. എന്നാൽ ജല അതോറിറ്റിയുടെ ഭൂമിയിലും സർക്കാർ പുറംപോക്കിലുമായി നിർമ്മിച്ച മതിൽ പൊളിച്ചിട്ടില്ല. യാത്രാവിലക്ക് നിയമം കോടതി മരവിപ്പിച്ച സാഹചര്യത്തിൽ പുതിയ യാത്രാവിലക്ക് നിയമം പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പഴയ നിയമത്തിനെ അപേക്ഷിച്ച് നേരിയ വ്യതിയാനം മാത്രമാണ് പുതിയ നിയമത്തിനെന്നും ട്രംപ് വ്യക്തമാക്കി. എയർഫോഴ്സ് 1 വിമാനത്തിൽ സഞ്ചരിക്കവെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് പുതിയ യാത്രാവിലക്ക് നിയമം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. കോടതിയിൽ നടക്കുന്ന നിയമ നടപടികളിൽ വിജയിക്കും, എന്നാൽ അതിന് കുറച്ച് കാലതാമസമുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നതെന്നും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് സംബന്ധിച്ച ഉത്തരവുണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുക്കും. പ്രിൻസിപ്പലടക്കം 5 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിനാണ് കേസെടുക്കുക. അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. പ്രിൻസിപ്പൽ S. വരദരാജൻ, വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, ജിഷ്ണു കോപ്പിയടിച്ചുവെന്ന് പറഞ്ഞു പിടിച്ച ഇൻവിജിലേറ്ററായിരുന്ന അധ്യാപകൻ CV പ്രവീൺ, പരീക്ഷാ ഹാളിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന വിപിൻ, വിമൽ എന്നിവർക്കെതിരെയാണ് കേസെടുക്കുക. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പസ് ലീഡേഴ്സ് മീറ്റായ വിജിലൻഷ്യ കൊല്ലം പാറപ്പള്ളി മർക്കസ് മാലിക് ദീനാർ ക്യാമ്പസിൽ തുടങ്ങി. മാർച്ച് 10, 11, 12 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനമായ പ്രൊഫ് സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് വിജിലൻഷ്യ സംഘടിപ്പിച്ചത്. വർത്തമാനകാല ക്യാമ്പസ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയും വിദ്യാർത്ഥിത്വം നൽകുന്ന പ്രതീക്ഷയും വിജിലൻഷ്യ ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ 125 പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികൾ, ജില്ലാ ക്യാമ്പസ് സിൻഡിക്കേറ്റ്, ജില്ലാ ചേംബർ അംഗങ്ങൾ എന്നിവരാണ് വിജിലൻഷ്യയിലെ അംഗങ്ങൾ. വിജിലൻഷ്യയുടെ ഉദ്ഘാടനം SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി K. അബ്ദുറഷീദ് നിർവഹിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷൻ സൊലാഹുദ്ദീൻ അയ്യൂബി അധ്യക്ഷത വഹിച്ചു. VPM ഇസ്ഹാഖ്, CN ജാഫർ, M. അബ്ദുറഹ്മാൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. UAE വാർത്തകളുമായി അബുദാബിയിൽ നിന്നും ഇബ്രാഹിം മേലെപ്പാറ ചേരുന്നു. അബുദാബി നഗരത്തിലെ പാർക്കിംഗ് നിയമങ്ങളും പാർക്കിംഗ് പിഴകളും മവാക്കിഫ് പരിഷ്കരിച്ചു. നഗരത്തിലെ പാർക്കിംഗ് മേഖലയിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ മുന്നോടിയാണ് നിയമങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നതെന്ന് നഗരസഭ വ്യക്തമാക്കി. നിരോധിത മേഖലയിലും പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്താൽ, കൂടാതെ അനുവദിച്ച പാർക്കിംഗ് മേഖലയിൽ 3 ദിവസം തുടരെ പാർക്ക് ചെയ്താലും നിയമ നടപടി സ്വീകരിക്കുമെന്നും പുതിയ നിയമവ്യവസ്ഥ പാലിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടപടികൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കണമെന്ന് നഗരസഭ അറിയിച്ചു. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് നീക്കിവെച്ച തസ്തികയിൽ വിദേശികളെ അനുവദിക്കില്ലെന്ന് മന്ത്രി ഷക്കർ ഗോപാഷ്.
തൊഴിൽ കണ്ടെത്താൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് 9199 ഇമാറാത്തികൾ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇമാറാത്തി വനിതകളുടെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും ആദരമർപ്പിച്ച് മരുഭൂമിയിലൂടെ ഹെറിറ്റേജ് വാക്ക് ആരംഭിച്ചു. 50ഓളം സ്ത്രീകൾ അല്ലേനിൽ നിന്ന് അബുദാബിയിലേക്ക് മരുഭൂമിയിലൂടെ 120 കിലോമീറ്റർ നടക്കുന്നു. അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റിയുടെ സഹകരണത്തോടെ 3ാമത് ഹെറിറ്റേജ് വാക്ക് നടക്കുന്നത്. 6 നാൾ നീളുന്ന യാത്രയിൽ വിവിധ രാജ്യക്കാരായ സ്ത്രീകൾ പങ്കാളികളാകുന്നുണ്ട്. കുറഞ്ഞ നിരക്കിൽ പഠിക്കാൻ സീറ്റില്ലാത്തത് കാരണം മക്കളുമായി അമ്മമാർ നാട്ടിലേക്ക് വിമാനം കയറുന്നു. അബുദാബിയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്കൂൾ സീറ്റ് ക്ഷാമം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കൈറോയിൽ നടന്ന മാധ്യമ സാംസ്കാരിക സമ്മേളനത്തിൽ അറബ് സാഹിത്യ ലോകത്തിന് അർപ്പിച്ച മികച്ച സംഭാവനകൾക്ക് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിക്ക് പുരസ്കാരം പ്രഖ്യാപിച്ചു. KMIC ന്യൂസ് ഡെസ്ക്. വാർത്തകൾ ചുരുക്കത്തിൽ. തമിഴ്നാട്ടിൽ ശശികലയ്ക്ക് വീണ്ടും തിരിച്ചടി. 5 MPമാർ ചേരിമാറി പനീർശെൽവത്തിനൊപ്പം. റിസോർട്ടിൽ നിന്ന് പുറത്തുവിടണമെന്ന് 20 MLAമാർ സ്വതന്ത്രർ. പാർട്ടി ഒരു കുടുംബമെന്ന പോലെ ഒറ്റക്കെട്ടെന്ന ശശികല. തമിഴ്നാട്ടിൽ ഭരണസ്തംഭനം. സമസ്ത ഉലമാ സമ്മേളനം, നവോത്ഥാന സമ്മേളനം ശ്രദ്ധേയമാകും. പ്രചാരണം തകൃതിയിൽ. SSF പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ് സമ്മിറ്റിന്റെ ഭാഗമായി വിജിലൻഷ്യ സംഘടിപ്പിച്ചു. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം. കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി. ലോ അക്കാദമിയുടെ പ്രധാന കവാടവും മതിൽക്കെട്ടുകളും റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. യാത്രാവിലക്ക് നിയമം കോടതി മരവിപ്പിച്ച സാഹചര്യത്തിൽ പുതിയ യാത്രാവിലക്ക് നിയമം പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.